ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഒരു റിസൾട്ട് കാണിക്കാനാണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു അമേസിങ് റിസൾട്ട്. 10 വർഷത്തിലധികമായിട്ട് നടക്കാൻ വയ്യ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു രോഗിനെ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. രോഗി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒന്നും കഴിയാതെ വീടിനുള്ളിൽ തന്നെ ആയിട്ട് 5 വർഷമായി. 10 വർഷമായിട്ട് ആൾ 10-ലധികം വർഷമായിട്ട് ആൾ രോഗിയാണ്. 5 വർഷമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു രോഗിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. റിസൾട്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അമേസിങ് റിസൾട്ടാണെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്നറിയോ? ആളുകൾ ഇന്ന് പറയും ഒരു ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഭക്ഷണം കഴിക്കണമെങ്കിൽ വരെ ഡോക്ടർ പറയണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്നുള്ളത്. ആ സമയം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇതുപോലത്തെ റിസൾട്ടാണ് എല്ലാവരായിട്ടും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മോദി കെയറിൻ്റെ ഫുഡ് സപ്ലിമെൻറ്റ് കഴിച്ചിട്ട് 1.5 മാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ ഒരാൾ. ആളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പിന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഈ യൂറിനായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മൂത്രം ഒഴിക്കണം എന്ന് തോന്നിയാൽ പിന്നെ അത് പിടിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ, അതായത് പെട്ടെന്ന് ഒഴിഞ്ഞു പോവുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള ഒരാളെ കാണാനാണ് പോകുന്നത്. ബാക്കി നമുക്ക് ആളുടെ അടുത്ത് തന്നെ കേൾക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്തത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ആരും മടിക്കരുത്. ഓക്കെ, താങ്ക് യു. എത്ര വർഷമായിട്ട് ഡ്രൈവർ പണി ചെയ്യുന്നു? പണി പറഞ്ഞാൽ ഒരു 15 വയസ്സ് മുതലേ ഡ്രൈവറാണ്. എത്ര വർഷമായി ആ ഫീൽഡിൽ നിന്ന് മാറിയിട്ട് കയറാൻ? മാറിയിട്ട് 10 വർഷമായി. 10 വർഷമായിട്ട് മാറാൻ കാരണം സൂക്കേട് കാരണം, കാല് വിട്ട് തേമാനം കാരണമാണ്. പണി ഷോപ്പിലും നിൽക്കാൻ പറ്റാതെ കൊണ്ട് എല്ലാ പണി. അത് 30 രൂപയ്ക്ക് തന്ന് മരുന്ന് മേടിച്ചിരുന്നു? പല മരുന്നും കഴിച്ചു, ഹോസ്പിറ്റലിൽ കാണിച്ചു, നല്ല ഡോക്ടർമാരെ കാണിച്ചു, അതിനൊന്നും മാറ്റം കണ്ടില്ല. അതിനുശേഷം ശേഷമാണ് വേറെ ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദവും പിന്നെ ഹോമിയോ ഒക്കെ കുടിച്ചു. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഈ മോദി കെയറിൻ്റെ അതിനു മുമ്പ് ഈ 5 വർഷം വരെ ഇംഗ്ലീഷ് മരുന്നാണ് യൂസ് ചെയ്തത്. ഈ 3 മാസമായിട്ട് മോദി കെയറിൻ്റെ മരുന്നുകളാണ് കഴിക്കുന്നത്. ഓക്കെ, മോദി കെയറിൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഇത് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസം. അപ്പോൾ ഈ 6 മാസത്തിലധികമായി എന്നാ പറഞ്ഞ് ഇതിനെ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് 3 മാസം. അതിന്റെ മുന്നേ ഞാൻ ഇതൊക്കെ വാങ്ങിയത്, സോപ്പ്. പക്ഷെ മൂപ്പർക്ക് പ്രൊഡക്റ്റിലേക്ക് വന്നത് 3-ാം മാസം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസം 2 മാസത്തിൻ്റെ അടുത്തായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ലേ? ഞങ്ങൾ ഈ ഞാൻ എനിക്ക് കൈയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ എണീറ്റ് നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ നിങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കൂല? എനിക്ക് മൂപ്പർ ഇങ്ങനെ പോകുന്ന മൂപ്പർ ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ എനിക്ക് രാത്രി കിടക്കാൻ കഴിയില്ല, നടുവേദന, ഊരവേദനയായിട്ട് എന്റെ കൈത്തുകൂടി കൈയിടും, ഇതും പിടിക്കും. ഇത് ഇങ്ങനെ പിടിച്ചു പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ വെയിറ്റുള്ള ആളും അല്ലേ, താങ്ങി കൊണ്ടുനടക്കാം. എനിക്ക് കയ്യാഞ്ഞപ്പം പിന്നെ ഒരു ഞാനും മൂപ്പരും കൂടി അടുക്കളയിൽ വീണിക്കണം. അവിടെ വാക്കും മൂപ്പർക്ക് വേണ്ടി എടുത്തതാ. എന്നിട്ട് പിന്നെ അവസാനം മൂപ്പര് അവിടെ ഇങ്ങനെ ഇരുന്ന മാതിരി ഇരുന്ന്, പിന്നെ മോള് ഞാനും കൂടി പൊന്തിച്ച് കസാല കൊണ്ട് അവിടെ ഇരുത്തി. പിന്നെ മൂപ്പർക്ക് ക്ഷീണം മാറിന് ശേഷം അതിലേക്ക് എത്തിച്ചു. ആ സിറ്റുവേഷനിൽ മൂപ്പർക്ക് മാറി. അത് നോക്കും സംബന്ധിച്ച് മൂപ്പർക്ക് അസുഖമില്ല, മാറിക്കുള്ളൂ. അതിലാണ് എനിക്ക് ഇത്രയും ഒരു ഇതായത് ഈ പ്രോഗ്രാമിൽ എല്ലാത്തിലും പോകണേ, എവിടെ വേണമെങ്കിലും ഏത് ദുബായിൽ വേണമെങ്കിലും പോകാൻ ഞാൻ തയ്യാറാണ്. ഇത്രയും എനിക്ക് സന്തോഷമായിത്തന്നെ മൂപ്പര അനുഭവം കൊണ്ട്. അപ്പോൾ 10 വർഷത്തോളമായിട്ട് കാലിൻ്റെ മുട്ടിന് വേദനയാണ്. അതേപോലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള കുറേ അസുഖങ്ങൾ വേറെയുണ്ട്. ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതാണ്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുള്ള ആളാണ്. മൂത്രത്തിൻ്റെ പ്രശ്നം, അങ്ങനെ അപ്പോൾ ഇങ്ങനെ കുറേ രോഗങ്ങളുള്ള ഒരാളാണ്. ഇപ്പോൾ 5 വർഷമായിട്ട് തീരെ പുറത്ത് പോകാതെ ഈ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ 5 വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് തീരെ പുറത്ത് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന ആളാണ് നമ്മളെ സച്ചിദാനന്ദ് എന്ന് പറഞ്ഞ ഈ ഏട്ടന്. അപ്പോൾ മൂപ്പർക്ക് ഇപ്പോൾ റിസൾട്ട് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മുടെ മോദി കെയറിൻ്റെ സപ്ലിമെൻറ്റുകളാണ് ഈ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ പൗഡർ, അതേപോലെ തന്നെ അയൺ ഫോളിക്, പിന്നെ ഗ്ലൂക്കോസമിൻ,
ഇത് ആണ് കാൽമുട്ട് വേദനയ്ക്ക് ഉള്ള ഒരു അടാറ് സാധനമാണ്, നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ്. അതേപോലെ കാൽസ്യം കോംപ്ലക്സ്. ഇപ്പോൾ ഈ മൂത്രത്തിൻ്റെ ഒരു പ്രശ്നം കൂടി വന്നതിന് ശേഷം നമ്മൾ ഫ്ലാക്സ് ഓയിലും കൂടി ആൾ കഴിക്കുന്നുണ്ട്. ആ ഫ്ലാക്സ് ഓയിലും കൂടി കഴിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ പകലും ഉറങ്ങുമ്പോൾ പോയി പോവുക, പകൽ കിടക്കുകയാണെങ്കിലും വെറുതെ കിടന്നാൽ മതി. മൂത്രം ഒഴിക്കണമെന്ന് തോന്നി ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പ് കാര്യം നടക്കും. നേരം ഉണ്ടാവില്ല. ഉറങ്ങിപ്പോകാണ്, ഉറക്കത്ത് കുട്ടികളെ കുട്ടികളിപ്പോൾ എങ്ങനെ അതേമാതിരി അപ്പൊ നനീപ്പാണ് മൂപ്പര് ഇവിടെ കൊത്തു നോക്കി ഇടിച്ചു പോവുക. ഇവിടെ വെറുതെ ഇപ്പോൾ ഈ ഫ്ലാക്സ് ഓയിലും കൂടി ആ കൂടുതൽ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ചെറിയൊരു ആശ്വാസം തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഞങ്ങളിത് അപ്പോൾ അശോകേട്ടാ, ഞാൻ ഇപ്പോൾ മൂപ്പരോട് പറഞ്ഞിരുന്നു ക്രിൽ ഓയിൽ ആക്കുകയാണെങ്കിൽ 1-2 കോഴ്സ് ക്രിൽ ഓയിൽ അന്ന് പറയും ഞങ്ങളൊരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അധികം പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മളെ നാട്ടിലുള്ള കുറേ ആളുകൾക്കുള്ളൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റുകളിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ സച്ചേട്ടൻ ഇപ്പോൾ നമ്മളെ മുമ്പ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആൾ തന്നെ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും ഹോമിയോവും ഒക്കെ ആയിട്ട് പല ട്രീറ്റ്മെൻറ്റും കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ട് ഈ 10 വർഷത്തിനുള്ളിൽ. അപ്പോൾ എന്നിട്ട് മാറാത്ത അല്ലെങ്കിൽ റിസൾട്ട് ഇല്ലാത്തതാണ് ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസം 2 മാസമായി മേടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാസത്തെ കോഴ്സ് ആ പ്രോട്ടീനൊക്കെ തീർന്നിട്ടുണ്ടാവുള്ളൂ. ഇത്രയും ആയപ്പോൾ ആൾ ഇപ്പോൾ സച്ചേട്ടൻ ഒന്ന് എണീറ്റ് നിൽക്കൂലേ, തീരെ എണീറ്റ് നിൽക്കാത്ത ഒരാളാണ് കേട്ടോ. ഇപ്പോൾ എണീറ്റ് നിന്ന് ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം തന്നെ ആളൊന്ന് ബാത്റൂമിലേക്ക് നടന്ന് അപ്പോൾ സ്വന്തമായിട്ട് അച്ചേട്ടാ കുറച്ചൊന്ന് 2 അടി അങ്ങോട്ട് അടക്കി ഇതൊരു ഭയങ്കര റിസൾട്ടാണ്. ഇതിലും വലിയ റിസൾട്ട് വേറെ ഒന്നും പറയാനില്ല. കാരണം കിടന്ന സ്ഥലത്തുനിന്ന് കാര്യം നടക്കുക, അല്ലെങ്കിൽ ഭാര്യ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാര്യ താങ്ങി പിടിച്ച്, ഭാര്യയും മോളും കൂടി താങ്ങി പിടിച്ച് കൊണ്ടുപോയി ഒരു അടി പോലും നടക്കാൻ പോയിട്ട് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സച്ചേട്ടന് ഇതൊരു ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ ഇത് എന്തായാലും ജനങ്ങളിലേക്കൊന്ന് എത്തണമെന്ന് നമുക്കൊരു അതിയായ മോഹമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ മുഴുവൻ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, സപ്ലിമെൻറ്റുകൾ കഴിക്കാനും ഡോക്ടർമാർ പറയണമെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഡോക്ടർമാരെടുത്ത് പോയ വിവരമാണ് ഇപ്പോൾ സച്ചേട്ടൻ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ കാലിൻ്റെ മുട്ടുവേദനയ്ക്ക് കുറേ ആളുകൾക്ക് കൊടുത്ത് നല്ല റിസൾട്ട് ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിന് മുൻകൈ എടുത്ത് ചെയ്ത ആൾ വേറെ ആരുമല്ല, ഇതാ നമ്മുടെ അശോക് കുമാർ മാങ്കാവിലുള്ളതാണ്. അശോകേട്ടനാണ് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുത്തതും പിന്നെ ഇത് കഴിക്കാൻ നിർബന്ധിച്ചതൊക്കെ. ഇനി അശോകേട്ടൻ അതിനെക്കുറിച്ചൊരു 2 വാക്കൊന്ന് പറയണേ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ ഭാര്യേൻ്റെ ഇടത്തി മുത്തച്ഛനുമാണ്. അപ്പോൾ മൂപ്പരോട് കുറേ കാലമായിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും മാതിരി എൻ്റെ മാതിരി ഞാനും അങ്ങനെ തന്നെയാണ്. പണ്ട് ഫസ്റ്റിൽ ഇതിൽ വന്നപ്പാടിനെ എനിക്ക് അങ്ങോട്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ വിശ്വാസം വരിക. അതേപോലെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഇവരും ജോയിൻ ചെയ്തിരുന്നു. പക്ഷേ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ നിത്യവ്യവ സാധനങ്ങളാണ് ഉപയോഗിക്കാനായിട്ട്. കഴിച്ചാൽ എന്തെങ്കിലും ആവുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ ഞാൻ രാത്രി സ്ഥിരമായിട്ട് ഇവിടെ വരാൻ തുടങ്ങി. അപ്പോൾ ആ സ്ഥിരമായിട്ട് ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ ഇവരായിട്ട് കൂടുതൽ സംസാരിച്ച് ഒരു സുപ്രഭാതത്തിൽ എന്തൊരു ദൈവാനുഗ്രഹം എന്ന് പറയാം. അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം അതുണ്ടായി. അതോടുകൂടി അവർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി 1 മാസം കൊണ്ട് തന്നെ അവർക്ക് ഒരു കാലിൻ്റെ മാറ്റം അവർക്ക് മനസ്സിലായി. മോദി കെയറിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൽ തന്നെ ഒരു ദൈവത്തിൻ്റെ അങ്ങനെ ഒരു ഭാഗ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാനും കഴിയുള്ളൂ. അത് ഞാൻ കുറേ അനുഭവിച്ച ആളാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പം പറഞ്ഞാൽ ഓരോരു ടീമാവാൻ തുടങ്ങി. ഇപ്പം ഇവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇംഗ്ലീഷ് മെഡിസിൻ അല്ല അവർ ആശ്രയിക്കുന്നത്. ഒരു നേരം മോഡി കെയറിൻ്റെ ഇപ്പം ഇവരെ ചെറിയൊരു മോളുണ്ട്, അവർക്ക് രക്തക്കുറവുണ്ട്. അപ്പോൾ അതിന് ഇതിൻ്റെ അയൺ ഫോളിക്കാണ്. പിന്നെ വിശാലടുത്തേക്ക് എല്ലാ ദിവസവും ഗ്യാസിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിന് അമൃതശക്തി എന്ന് പറഞ്ഞൊരു സാധനം മോഡിക്കാറുണ്ട്. അതിപ്പോൾ 2 നേരം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ആ പ്രശ്നം പറയുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് ഒരു മാറ്റം കിട്ടാൻ ഇതിൻ്റെ എല്ലാ പ്രോഡക്റ്റും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. താങ്ക് യു അശോകേട്ടാ, താങ്ക് യു. 5000 6000 ഒക്കെ മുടക്കിയിട്ടേ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ തന്നെ 500 രൂപയും 1000 രൂപയൊക്കെ കൊടുക്കണം. ഈ 1000 രൂപ 500 രൂപയൊക്കെ കൊടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ഇവർ ഒരു മാസത്തേക്ക് കൊടുക്കുന്ന മെഡിസിന് മാത്രം 5000 4000 3000 ഒക്കെ വില ഉണ്ടാവും. അതിൻ്റെ പകുതി പൈസ മുടക്കിയിട്ട് ഇത്രയും നല്ല സൂപ്പറുമായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇത് കുറേ ആളുകൾക്ക് തന്നെ ഇപ്പോൾ വിശ്വാസമായി വരുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ തന്നെ ഇത് പറയുമ്പോൾ ആളുകൾ ശരിക്കും എന്നെ കളിയാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് ഏകദേശമൊക്കെ ബോധം വരാൻ തുടങ്ങി. കാരണം വെൽനെസ് ആണ് നമ്മളത്. വെൽനെസ് എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിൽ നല്ല എന്താണ്, രോഗം വരാതെ അല്ലേ
രോഗം വരാതെ നമ്മൾ നോക്കലാണ് വേണ്ടി. അപ്പോൾ നമുക്ക് ശരി ഒരാൾ എന്നെ കളിയാക്കി, ഞാൻ എന്നോട് അനുഭവം പറഞ്ഞു പറയാ, മോഡിക്കാരിൽ നിൽക്കണ്ടിട്ട് നിങ്ങൾ അതൊക്കെ പൊട്ടി പോകുന്നതാ, നിങ്ങൾ വേറെ ഒരു പേര് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാലമൊക്കെ ഇരുന്ന് ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങി സച്ചേട്ടാ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആശ്വാസമൊക്കെ തുടങ്ങി, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കൂടി നടക്കാനൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ സച്ചേട്ടൻ്റെ ഒരു ആഗ്രഹം എന്തായിരിക്കും? ഒന്ന് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഉഷാറായിട്ട് നടക്കാനൊക്കെ ആയി കഴിഞ്ഞാൽ? എനിക്ക് ആഗ്രഹം മോദിക്കാരൻ്റെ പ്രോഗ്രാം എവിടെ ഉണ്ട് അവിടെ ഒന്ന് പോകാം. അടിപൊളി അടിപൊളി അടിപൊളി. അതിന് ഇനി എത്ര ചിലവ് വന്നാലും എത്ര കഷ്ടപ്പെട്ടാലും ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് സച്ചേട്ടൻ ആ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ കൊണ്ടുപോയിരിക്കും. ഓക്കെ.